നിങ്ങളൊരു പ്രമേഹ രോഗിയാണോ? ഇതുപോലെ ഒരു പ്ലേറ്റ് നിറയെ ചോറ് കഴിക്കുന്ന ആളാണോ? ഒരു പ്രമേഹ രോഗി ഭക്ഷണക്രമത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് നമുക്ക് ഡോക്ടർ സുഹറ മേഡത്തോട് ചോദിക്കാം. പ്രമേഹത്തിന്റെ ചികിത്സയിൽ മരുന്നുകളെ പോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭക്ഷണ രീതി. പ്രമേഹ രോഗികൾ എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്നതിനെക്കുറിച്ച് അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതാണ് പ്ലേറ്റ് മെത്തേഡ്. ഈ പ്ലേറ്റ് മെത്തേഡ് എന്താണ് എന്ന് നമ്മുടെ സ്റ്റാഫുകളെ എല്ലാവർക്കും പറഞ്ഞു തരും. നമ്മളൊരു 9 ഇഞ്ചോളം വലുപ്പമുള്ള ഒരു പ്ലേറ്റ് എടുക്കുകയാണ്. ആ പ്ലേറ്റിനെ നമ്മൾ ഒരു ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യാണ്. പിന്നെ ഒരു പകുതിനെ നമ്മൾ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഇനി നമ്മൾ അതിൻ്റെ വലിയ പകുതിയിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നത് പച്ചക്കറികളാണ്. പച്ചക്കറികളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ്, അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ച കുക്കുംബർ, അതുപോലെ തന്നെ നമുക്ക് ഉപ്പേരികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കാൽഭാഗത്തിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നത് ചോറായിരിക്കും. ചോറെന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആണ്. അത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് അല്ലെങ്കിൽ ചോറിൻ്റെ അളവ് നമ്മൾ പരമാവധി കുറച്ചിടണം. അതുകൊണ്ട് തന്നെ പ്ലേറ്റിൻ്റെ കാൽഭാഗത്ത് മാത്രമേ നമ്മൾ ചോറിടുന്നുള്ളൂ. ഇനി അടുത്ത കാൽഭാഗം നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് പ്രോട്ടീൻസ് കൊണ്ടാണ്. പ്രോട്ടീൻസായിട്ട് നമ്മൾ നമുക്ക് ചിക്കനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം, അതുപോലെ മുട്ട ഉണ്ടെങ്കിൽ എടുക്കാം, മീനോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഫില്ല് ചെയ്യാം. അല്ലെങ്കിൽ കടല, പയറുവർഗ്ഗങ്ങൾ ഒക്കെ നമുക്ക് പ്രോട്ടീൻ്റെ ഭാഗത്ത് ഉപയോഗിക്കാം. ഇത്തരത്തിൽ ഉള്ള ഒരു പ്ലേറ്റ് മെത്തേഡ്, ഒരു പ്ലേറ്റിനെ 3ആയി ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് ഭാഗത്ത് വെജിറ്റബിൾസ്, കാൽ ഭാഗത്ത് ചോറ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്, കാൽ ഭാഗത്ത് പ്രോട്ടീൻ, ഇത്തരത്തിൽ ഫില്ല് ചെയ്യുന്നതിനെയാണ് പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതാണ് അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ പ്രമേഹ രോഗികൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള രീതി എന്ന് പറയുന്നത്.